നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. പ്രത്യുഷയ്ക്ക് താങ്ങായി സേവാഭാരതി പിറവവും ബാം സൂര്യയും. പിറവത്ത് നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് KSRTC സർവീസ് ഉടൻ ആരംഭിക്കും. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ. വിശദമായ വാർത്തകളിലേക്ക്. ബാം സൂര്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് സേവാഭാരതിയും ബാം സൂര്യയും കൈകോർത്തിണക്കിയ ഭവനം പിറവം കക്കാട് സ്വദേശിനി പ്രത്യുഷയ്ക്ക് സമർപ്പിച്ചു. 6 മാസ കാലയളവിൽ പൂർത്തിയാക്കിയ ഈ ഭവനത്തിന്റെ താക്കോൽ പ്രത്യുഷ ഏറ്റുവാങ്ങി. ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ഗണപതി ഹോമത്തോടെ ഈ വീട് സനാഥമായി. പ്രത്യുഷയുടെ ഭർത്താവ് മരിച്ചതോടെ ഈ കുടുംബം പ്രതിസന്ധികളുടെ കൂടായി. തലചായ്ക്കാനൊരിടം അവരുടെ മുന്നിൽ ഭീതി പരത്തി. കേരള സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ നിന്ന് പോലും അവഗണനകൾ നേരിട്ടപ്പോൾ സേവാഭാരതിയുടെ തലചായ്ക്കാനിടം പദ്ധതിയുടെ ഭാഗമായി ഈ പ്രൊജക്ട് മാറി. സേവാഭാരതി പിറവം ബാം സൂര്യം ചാരിറ്റബിൾ ട്രസ്റ്റും ഒന്നുചേർന്ന് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സേവാഭാരതി പിറവം യൂണിറ്റ് സെക്രട്ടറി രാജീവ് ചാലാശ്ശേരിലിന്റെ നേതൃത്വത്തിൽ വെറും 6 മാസത്തെ കാലയളവിൽ പണികൾ പൂർത്തിയാക്കി. പിറവത്ത് നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുള്ള KSRTCയുടെ പുതിയ ബസ് സർവീസ് 8-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് അനൂപ് ജേക്കബ് MLA. പിറവത്ത് നിന്ന് രാവിലെ 6:20 ആരംഭിച്ച് മണിയുടെ തിരുവാണിയൂർ പുത്തൻകുരിശ് കരിമുകൾ ഇൻഫോ പാർക്ക് കാക്കനാട് വഴി 8 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. തിരിച്ചു വൈകുന്നേരം 4:40 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ട് ബസ് 6:30 പിറവം ഡിപ്പോയിൽ എത്തിച്ചേരും. ഇൻഫോ പാർക്ക്, കാക്കനാട് സിവിൽ സ്റ്റേഷൻ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്കും ഈ സർവീസ് ഏറെ പ്രയോജനകരമായിരിക്കും. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അനൂപ് ജേക്കബ് MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി കഴിഞ്ഞ 16 വർഷമായി 15,000-ൽ അധികം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ മെയ് 4-ാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ ആലുവ കോട്ടപ്പുറം സ്വദേശി രതീഷ് NP ആലപ്പുഴ ജില്ലയിലെ വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലേക്ക് നീന്തിക്കയറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലാണ് ഇടം നേടിയത്. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന ശാരീരിക പരിമിതിയുള്ള ഒരാൾ ആദ്യമായാണ് വേമ്പനാട്ടുകായൽ 7 കിലോമീറ്റർ ദൂരം ക്രോസ് ചെയ്ത് നീന്തുന്നത്. അർജുന അവാർഡ് ജേതാവായ സജി തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ നീന്തൽ വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷിന്റെ നേതൃത്വത്തിൽ VRSC ക്ലബ്ബ് അംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത്. പരിപാടികൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് K സൈനു നേതൃത്വം വഹിച്ചു. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നവരെ ഏവർക്കും ശുഭദിനം.